ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വലിയ മൾട്ടി സ്റ്റാർ പടം എടുക്കുന്നു, അല്ലെങ്കിൽ ഡബിൾ റോൾ അഭിനയിക്കുന്ന പടങ്ങൾ, ഈ പടങ്ങളിലൊക്കെ അഭിനയിച്ച ഒന്ന് മോഹൻലാലിൻ്റെ പടം വിചാരിക്കുക. അപ്പോൾ മോഹൻലാലിൻ്റെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത നിർമ്മാതാവും ഫുൾ പേയ്മെൻ്റാണ് കൊടുത്തതെന്നായിരിക്കണം. അതിൽ നിർമ്മാതാവായി വന്നിരിക്കുന്നവർക്ക് 5 പൈസ പോലും ചിലവുണ്ടായിട്ടില്ല എന്നായിരിക്കണം. പിന്നെ വരുന്നതോ, പിന്നെ ഇവരെടുക്കുന്ന സിനിമകളിൽ എങ്ങനെയാണത്? ഇപ്പോൾ അവർ ഉദാഹരണം ഗൾഫിൽ ചെല്ലുന്നു. ഇപ്പോൾ ലാലായിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, മറ്റു സൂപ്പർ സ്റ്റാർ ഗൾഫിൽ ചെല്ലുന്നു. ഗൾഫിൽ ചെല്ലുമ്പോൾ ആരാധകർ തടിച്ചു കൂടുന്നു, പല വ്യവസായികൾ വരുന്നു, പലരും കൂടുന്നു. അപ്പോൾ കഴിഞ്ഞ സിനിമ എങ്ങനെ പോയി? ലാഭകരമായി പോയി, ഓടിക്കൊണ്ടിരിക്കണ്ടില്ലേ? 100 കോടി 200 കോടി എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോ പ്രൊഡ്യൂസർമാരിൽ ഒരാളാവാം എന്ന് പറയുന്നു. സന്തോഷമല്ലേ? ഇപ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയിൽ കോ പ്രൊഡ്യൂസർ ആവാമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. എന്താ വെയിറ്റ് അല്ലേ? അവരോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കാം, സെറ്റിൽ പോകാം, ലാഭം കിട്ടുമ്പോൾ അത് പങ്കുവയ്ക്കും. അപ്പോൾ ലാഭം കിട്ടുന്നു ഉറപ്പിച്ചിട്ടാണ് ചെയ്തത്. ഇങ്ങനെ പലരും, ഒത്തിരി പേരുണ്ട്. ചിലരുടെ പേര് മാത്രം നിങ്ങൾ സിനിമ കാണുമ്പോൾ ആലോചിച്ച് നോക്കണം. താങ്ക്സ് ഒക്കെ പറഞ്ഞ കൂടെ ചില ആൾക്കാരുടെ പേരൊക്കെ എഴുതി കാണിക്കും. ആ പേര് വെറുതെ എഴുതി കാണിക്കണമല്ല, ആ പേരൊക്കെ വാങ്ങുന്ന ആൾക്കാർ പലരും ഇതിൻ്റെ കോ പ്രൊഡ്യൂസർമാരിൽ ഓരോരുത്തരുമാണ്. അവരൊക്കെ നല്ല എമൗണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ സിനിമ മിക്കതും പൊളിഞ്ഞു എന്ന് പറയും. ലാഭം ഉണ്ടായാലും കണക്കുകൾ കൂട്ടി എഴുതി, അതായത് മറ്റു പാതി വിലയ്ക്ക് ഉള്ള പോലെ തന്നെ ഇവിടെ ഇരട്ടി വിലയ്ക്ക് പോലെ 10 കോടി ആയെങ്കിൽ ഇത്രയും 30 കോടി, 30 കോടി ആയെങ്കിൽ 90 കോടി, 90 കോടി ആയെങ്കിൽ 150 കോടി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കണക്ക്. എങ്ങനെ കണക്ക് കൂട്ടിയാലും ടാലി ചെയ്യുമ്പോൾ നഷ്ടം വരും. അപ്പോൾ പിന്നെ പൈസ മുടക്കും മുതൽ പോലും അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതില്ല.